എനിക്കൊരു പുതിയ പാർട്ട് ടൈം ജോലി കിട്ടി. അവിടുത്തെ മാനേജർ ഒരു കലിപ്പനായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞാൻ ഒരു മീറ്റിംഗിന് ഹാജരായില്ല എന്ന് പറഞ്ഞ് അയാൾ എന്നെ ഓഫീസിലേക്ക് വിളിച്ചു. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി, കാരണം ഞാനെപ്പോഴും നല്ലൊരു ജീവനക്കാരനാണ്. എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാൾ ജാടയോടെ എന്നോട് ഷെഡ്യൂൾ കൃത്യമായി നോക്കാൻ പറഞ്ഞു. ഞാൻ ടീംസ് ആപ്പിലെ ഗ്രൂപ്പിൽ ഷെഡ്യൂൾ നോക്കി, അയാളെ നോക്കി പറഞ്ഞു, എന്റെ പേര് ഇതിലില്ല. അയാൾക്ക് ദേഷ്യം വന്നെങ്കിലും ജാടയോടെ പറഞ്ഞു, നിന്റെ വിളിപ്പേരല്ല ഞാൻ ഷെഡ്യൂളിൽ ഉപയോഗിച്ചത്. ഷെഡ്യൂൾ ശ്രദ്ധിച്ചു നോക്കാൻ പഠിക്ക്. എന്റെ വിളിപ്പേർ എന്റെ നെയിം ടാഗിലടക്കം എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. എന്റെ യഥാർത്ഥ പേര് നീണ്ടതാണ്. ഇത് കേട്ട് എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. ഞാൻ വീണ്ടും ഷെഡ്യൂളിലേക്ക് നോക്കി ദേഷ്യം അടക്കിപ്പിച്ചു പറഞ്ഞു, അതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ എന്റെ പേര് ഇപ്പോഴും ഇതിലില്ല. അയാൾ കമ്പ്യൂട്ടറിൽ ഷെഡ്യൂൾ തുറന്ന് ആത്മവിശ്വാസത്തോടെ ഒരു പേര് ചൂണ്ടിക്കാണിച്ചു. ഞാൻ കമ്പ്യൂട്ടറിലേക്ക് നോക്കി അയാളെ നോക്കി പറഞ്ഞു, അത് എന്റെ പേരല്ല. അയാളുടെ മുഖത്തെ ജാട പെട്ടെന്ന് ഇല്ലാതായി. അയാൾ ചോദിച്ചു, അത് നിന്റെ പേരല്ലേ? അല്ല. അങ്ങനെ എന്റെ പേര് അറിയാത്തത് മാത്രമല്ല, അയാൾ മറ്റൊരു സഹപ്രവർത്തകന്റെ പേരാണ് വെച്ചിരുന്നത്. ഞങ്ങൾ കുറച്ച് നേരം പരസ്പരം നോക്കി. ഞാൻ പോകാൻ അനുവാദം ചോദിച്ചു. പോകുന്നതിനു മുൻപ് ഞാൻ ചോദിച്ചു, എനിക്ക് ഇപ്പോഴും താക്കീതുണ്ടോ? അയാൾ ഉടൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ സൂപ്പർവൈസറോട് കാര്യം പറഞ്ഞു. അതിനുശേഷം അയാൾ എന്നെ വിളിപ്പേരിൽ വിളിക്കാൻ തുടങ്ങി.